സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരമേശ്വരൻ അങ്ങനെ കമ്പനി കാര്യങ്ങളെല്ലാം വരണിന് കൈമാറുവാണ്. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അതെല്ലാം ഏറ്റെടുക്കാമെന്ന് വരണം സമ്മതിക്കുവാണ് കേട്ടോ. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൽപ്പനയും ചന്ദ്രശേഖരനും ഗൗതമും ഉർവശിയും എല്ലാവരും ആകെ അസ്വസ്ഥരായിട്ടിരിക്കുവാണ്. അങ്ങനെ നാളത്തെ പൂജ കൂടി കഴിയുന്നതോടെ വരണായിരിക്കും പിന്നെ ഈ വീടിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ സർവാധികാരി. അതിന് ഞാൻ സമ്മതിക്കില്ല. നാളത്തെ ദിവസം ആ ക്ഷേത്രനടയിൽ വെച്ച് തന്നെ ഞാൻ വരണിൻ്റെ കഥ തീർക്കും എന്ന് ഉറപ്പിച്ച് പറയുവാണ് ചന്ദ്രശേഖരൻ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും പൂജക്കായിട്ട് ക്ഷേത്രത്തിലെത്തുന്നതാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം വരണിൻ്റെ കണ്ണുകൾ രണ്ടും രാധികയുടെ മേത്ത് തന്നെ ആയിരിക്കും. ഇത് രാധികയെ ശ്രദ്ധിക്കുന്നുണ്ട്. രാധികയാണെങ്കിൽ ടെൻഷനിൽ ചുറ്റും നോക്കുക. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും കൽപ്പനയും ഉർവശിയും ഗൗതമും കൂടി കുറച്ചങ്ങോട്ട് മാറി നിന്ന് വരണിനെ കൊല്ലാനുള്ള പ്ലാനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേണ്, ഇവിടുത്തെ നിലവറ തുറക്കുന്ന അവസാന ദിവസമാണ് ഇന്ന്. അതിനുശേഷം അത് അടച്ചിടും. വരുണിനെ എങ്ങനെയെങ്കിലും നമുക്ക് ആ നിലവറക്കകത്തെത്തിക്കണം. അതിനകത്ത് അവൻ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജഡം മാത്രമേ അവിടെ നിന്ന് പുറത്തു വരികയുള്ളൂ. അതിനകത്ത് ശ്വാസം കിട്ടില്ല. നിലവിളിച്ച് കഴിഞ്ഞാൽ പുറത്ത് കേൾക്കുകയില്ല. അവനതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഈച്ചക്കുട്ടി പോലും അവനതിൻ്റെ ഉള്ളിലുള്ള കാര്യം അറിയുകയില്ല. ശ്വാസം കിട്ടാതെ അതിനകത്ത് കിടന്ന് തന്നെ മരണപ്പെടും. പിന്നെ അവനെക്കുറിച്ചുള്ള ഒരു ടെൻഷനും നമുക്ക് ആർക്കും ഉണ്ടാവില്ല. പിന്നെല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. അന്നേരം കൽപ്പന ചോദിക്കുന്നുണ്ട്, പ്ലാനൊക്കെ കൊള്ളാം. ഇത് സംഭവം നടന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയവും തോന്നില്ല. പക്ഷേ നമ്മളെങ്ങനെ വരണം അവിടെ എത്തിക്കും? അന്നേരം ഗൗതം പറഞ്ഞേ, അക്കാര്യം ഞാൻ ഏറ്റു. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ വരണിനെ ഞാൻ നിലവറയിൽ എത്തിച്ചിരിക്കും. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരൻ്റെ ഫോണിലേക്ക് ആരോ ഒരാൾ വിളിക്കുന്നതാണ് കേട്ടോ. ഒരു അജ്ഞാതനാണ് വിളിക്കുന്നത്. അങ്ങനെ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുവാണ് പരമേശ്വരൻ. നിങ്ങൾ ആരായി സംസാരിക്കുന്നത്? അപ്പോഴേക്കും അയാൾ കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം ടെൻഷനോട് കൂടി നിൽക്കുന്ന പരമേശ്വരൻ്റെ അരികിലേക്ക് എത്തുവാണ് കേട്ടോ പത്മിനി. എന്താ പറ്റിയത്? അന്നേരം പരമേശ്വരൻ ടെൻഷനോട് കൂടി പറയണേ, ഒരു അപകടം നടക്കാൻ പോകുവാണെന്ന് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. ഈശ്വര, ആരാ അത്? അറിയില്ല. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് പരമേശ്വരനും പത്മിനിയും. പിന്നീട് കാണിക്കുന്നത് ഭഗവാന്റെ മുമ്പിൽ വരൻ്റെ ജീവന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന രാധികേനെ. ഭഗവാനെ, വരൻ്റെ ജീവിതത്തിൽ ഒരാപത്തും ഉണ്ടാകാതെ കാത്തോളണേ. രാധികയുടെ ഈ പ്രാർത്ഥന പിന്നിൽ നിന്ന് വരൻ കേൾക്കുന്നുണ്ടാവും. അന്നേരം വരൻ പറയണേ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് കാരണം എനിക്കൊരപകടവും വരില്ല കുട്ടി. ഈ സമയം രാധിക പെട്ടെന്ന് ഞെട്ടി ചുറ്റും തിരിഞ്ഞു നോക്കുവാണ്. അപ്പോഴായിരിക്കട്ടോ പിന്നെ വന്ന് നിൽക്കുന്ന വരനെ കാണുന്നത്. ഈ സമയം അവിടെ വരടൻ രാധിക സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം പരമേശ്വരനാണെങ്കിൽ വരണിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുമായിരിക്കും. ഈ സമയത്ത് വരനാണെങ്കിൽ രാധികയുടെ കയ്യിലിങ്ങനെ പിടിച്ച് നിൽക്കുവാണ്. അന്നേരം രാധിക പെട്ടെന്ന് അച്ഛൻ വരുന്നത് കാണുക. അയ്യോ ദേ അച്ഛൻ വരുന്നു, കയ്യിൽ നിന്ന് വിടുവരൻ. എന്നാൽ വരനാണെങ്കിൽ ചുമ്മാ പറയുവാണെന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിൽ വീണ്ടും മുറുകെ പിടിക്കുക. ഈ സമയം രാധിക വരണിൻ്റെ തലയിങ്ങനെ തിരിച്ച് അച്ഛനെ കാണിച്ചു കൊടുക്കുക. എന്താ നോക്ക് അച്ഛൻ. അങ്ങനെ പരമേശ്വരനെ കാണുന്നതും വരൻ പെട്ടെന്ന് തന്നെ രാധികയുടെ കയ്യിൽ നിന്ന് വിടുവാണ്. ഈ സമയം അവിടെ നിൽക്കുന്ന അവരുടെ രണ്ടാളുടെ അരികിലേക്ക് പരമേശ്വരനും എത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധിക അമ്പലം മുഴുവൻ ചുറ്റി നടന്ന് കാണുവാണ്. അങ്ങനെ നിലവറ കാണുമ്പോൾ പതിയെ അതിൻ്റെ വാതിലിങ്ങനെ തുറന്ന് അകത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ രാധിക. ഇതെല്ലാം അവിടെ മറഞ്ഞു നിൽക്കുന്ന ഗൗതം കാണുവാണ്. ഈ സമയം ഗൗതം നേരെ വരണിൻ്റെ അരികിലേക്ക് ചെല്ലുക. അങ്ങനെ വരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയണേ, ആ രാധിക അവിടെ നിലവറയുടെ ഭാഗത്ത് നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നല്ലോ. അയാൾ അവിടെ നിൽക്കുവാണോ? ആ അതേന്നെ. അങ്ങനെ വരുണാണെങ്കിൽ രാധികയെ അന്വേഷിച്ചിട്ട് നിലവറേനെ അങ്ങോട്ടേക്ക് പോകുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ ആ വാതിലൊക്കെ അടച്ചിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ വരുൺ രാധികയെ അന്വേഷിച്ച് നിലവറയുടെ അകത്തേക്ക് കയറുവാണ് കേട്ടോ. ഈ സമയം ഗൗതമാണെങ്കിൽ വരുണിനെ അകത്താക്കിയതിനു ശേഷം വാതിൽ പുറത്തുനിന്ന് പൂട്ടിക്കളയുവാണ്. അങ്ങനെ വരുണാണെങ്കിൽ ആ നിലവറയുടെ അകത്ത് ഇരുട്ടത്ത് പെട്ടുപോകുവാണ് കേട്ടോ. വരുൺ അങ്ങനെ ഫോണിലെ ടോർച്ച് ലൈറ്റൊക്കെ ഓണാക്കി വെക്കുവാണ്. വരണതിൻ്റെ ഉള്ളിൽ നിന്ന് ബഹളം വയ്ക്കുകയും ഒച്ചയൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ശബ്ദമൊന്നും പുറത്തേക്ക് കേൾക്കുന്നുമില്ല. ഈ സമയം അമ്പലത്തിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോകാൻ നേരം വരനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അവിടെയൊന്നും വരനെ കാണാതെ അവർ ടെൻഷനാകുവാണ്. അങ്ങനെ വരൻ അവിടെ ഇല്ലെന്നറിഞ്ഞ് രാധികയും വല്ലാതെ പരിഭ്രമിക്കുകയാണ് കേട്ടോ. രാധികയും ടെൻഷനോട് കൂടി അവിടെയെല്ലാം ഓടി നടന്ന് അന്വേഷിക്കുന്ന ഒരു സീനൊക്കെയും പ്രമോയിൽ കാണിക്കുന്നുണ്ട്. വരണിൻ്റെ ജീവൻ ആ നിലവറയിൽ നിന്നും ആരായിരിക്കും രക്ഷിക്കാൻ പോകുന്നത്? രാധികയോ അതോ രാധികയുടെ പ്രിയപ്പെട്ട കൃഷ്ണനോ? അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വരാനിരിക്കുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്